നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മ്യാൻമാറിലും തായ്ലൻഡിലും ശക്തമായ ഭൂചലനം. വെള്ളിയാഴ്ച രാവിലെ 7.7 തീവ്രതയും 6.4 തീവ്രതയുമുള്ള 2 ഭൂചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. മ്യാൻമാറിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ട്രംപ് താരിഫ് യുദ്ധം കാരണം കാനഡയ്ക്കും യുഎസിനുമിടയിൽ വിമാന ബുക്കിംഗ് കുറഞ്ഞത് 70%. കാനഡ യുഎസ് ബന്ധങ്ങളുടെ ഒരു യുഗത്തിന്റെ അന്ത്യം ഇതെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ശനിയാഴ്ച യുഎഇയിൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ വിശ്വാസികളോട് ഫത്വ കൗൺസിൽ ആഹ്വാനം. റംദാൻ 29 തികയുന്ന ദിവസമെന്ന നിലയിൽ ശനിയാഴ്ച മാസപ്പിറ കാണാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഫോസിൽ ഇന്ധന വാഹന കമ്പനികളെ വായു മലിനീകരണ നിയമങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇമെയിൽ അയക്കാമെന്ന അസാധാരണ വാഗ്ദാനം നൽകി ട്രംപ് ഭരണകൂടം. സമയപരിധി തിങ്കളാഴ്ച വരെ. ട്രംപ് ഭരണകൂടം സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റിൽ നടത്തിയ എല്ലാ സിഗ്നൽ സന്ദേശങ്ങളും സംരക്ഷിക്കണമെന്ന് വാഷിംഗ്ടണിലെ ചീഫ് യുഎസ് ഡിസ്ട്രിക്ട് ജഡ്ജി ജെയിംസ് ബോസ്ബർഗ്. ഉത്തരവ് ലക്ഷ്യമിടുന്നത് രഹസ്യവിവര ചോർച്ചാ വിഷയത്തിൽ സിഗ്നൽ ചാറ്റിൽ നിന്നുള്ള സന്ദേശങ്ങളൊന്നും നഷ്ടപ്പെടില്ലെന്ന ഉറപ്പാക്കൽ. യുഎഇയിൽ ദേശീയ കറൻസിയായ ദിർഹമിന് പുതിയ ചിഹ്നം പുറത്തിറക്കി സെൻട്രൽ ബാങ്ക്. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിൽ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ വഹിച്ച നേതൃത്വത്തിന് അമേരിക്കൻ സർക്കാരിന്റെ പ്രശംസ. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ആദായ നികുതി വെട്ടിപ്പ് തടയുന്നതിനുമായി ഇന്ത്യയുമായുള്ള പ്രോട്ടോകോൾ അംഗീകരിച്ച് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. റെഡ് സിഗ്നൽ മറികടന്നതുമൂലം കഴിഞ്ഞ വർഷം യുഎഇയിൽ നടന്നത് 271 അപകടങ്ങൾ. ഇതിൽ 153 അപകടങ്ങളുമായി അബുദാബിയാണ് നിയമലംഘനങ്ങളിൽ 1-ാം സ്ഥാനത്ത്. നിയമങ്ങൾ കർശനമാക്കി യുഎഇ. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വാർത്തകൾ വിശദമായി. മ്യാൻമാറിലും തായ്ലൻഡിലും ശക്തമായ ഭൂചലനം. വെള്ളിയാഴ്ച രാവിലെ 7.7 തീവ്രതയും 6.4 തീവ്രതയുമുള്ള 2 ഭൂചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും ശക്തമായ ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടു. 7.2 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമാണ് ആദ്യം അനുഭവപ്പെട്ടതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ കെട്ടിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമായി പുറത്തേക്ക് ഇറങ്ങിയോടി. ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും നാശനഷ്ടങ്ങളോ ആളപായമോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മോണിവ നഗരത്തിന് ഏകദേശം 50 കിലോമീറ്റർ കിഴക്കായി മധ്യ മ്യാൻമാറിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. വടക്കൻ മധ്യ തായ്ലൻഡിൽ വരെ വളരെ ദൂരെയുള്ള പ്രദേശങ്ങൾ പോലും ഭൂചലനം അനുഭവപ്പെട്ടു. മ്യാൻമാറിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് താരിഫ് യുദ്ധത്തെ തുടർന്ന് കാനഡയ്ക്കും യുഎസിനും ഇടയിലുള്ള വിമാന ബുക്കിംഗ് 70% കുറഞ്ഞു. ടോക്കിയോ മുതൽ ബെർലിൻ വരെയുള്ള സർക്കാരുകൾ കാർ ഇറക്കുമതിക്ക് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവകളെ നിശിതമായി വിമർശിച്ചതോടെ കാനഡ യുഎസ് ബന്ധങ്ങളുടെ ഒരു യുഗത്തിന്റെ അന്ത്യമാണ് ഇത് എന്ന് പ്രഖ്യാപിച്ചു കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ട്രംപ് രാജ്യബന്ധങ്ങളെ മാറ്റിമറിച്ചുവെന്നും ഭാവിയിലെ ഏതെങ്കിലും വ്യാപാര കരാറുകൾ പരിഗണിക്കാതെ ഇനി ഈ അവസ്ഥയിൽ നിന്നും കാനഡ പിന്നോട്ടില്ലെന്നും മാർക്ക് കാർണി കനേഡിയൻ ജനതയ്ക്ക് മുമ്പിൽ മുന്നറിയിപ്പ് നൽകി. ലോകമെമ്പാടുമുള്ള സഖ്യകക്ഷികൾ ട്രംപിന്റെ കാർ താരിഫുകളെ അപലപിക്കുന്നു എന്നും കാർണി പറഞ്ഞു. ട്രംപിന്റെ കാർ താരിഫുകൾ ന്യായീകരിക്കാനാവാത്തത് എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി അവ രാജ്യങ്ങൾ തമ്മിലുള്ള നിലവിലുള്ള വ്യാപാര കരാറുകളുടെ ലംഘനമാണെന്നും പറഞ്ഞു. കാനഡയുടെ സമ്പദ് വ്യവസ്ഥയും സുരക്ഷാ സൈനിക സഹകരണവും അടിസ്ഥാനമാക്കിയുള്ള അമേരിക്കയും ഉണ്ടായിരുന്ന പഴയ ബന്ധം അവസാനിച്ചു. ഫോസിൽ ഇന്ധന കമ്പനികൾക്ക് തങ്ങളെ വായു മലിനീകരണ നിയമങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ യുഎസ് പ്രസിഡന്റ് നേരിട്ട് ഇമെയിൽ അയക്കാമെന്ന അസാധാരണമായ ഒരു വാഗ്ദാനം നൽകി ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം. ക്ലീൻ എയർ ആക്ടിന് കീഴിൽ അവരുടെ ആവശ്യകതകളിൽ നിന്നും പ്രസിഡൻഷ്യൽ ഇളവ് അഭ്യർത്ഥിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഇമെയിൽ വിലാസം ട്രംപിന്റെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി പ്രഖ്യാപിച്ചു. കൽക്കരിയോ എണ്ണയോ കത്തിക്കുന്ന പവർ പ്ലാന്റുകളുടെ നടത്തിപ്പുകാർക്ക് അവരുടെ വായു മലിനീകരണത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന മെർക്കുറി, ആർസെനിക്, മറ്റ് അർബുദകാരികൾ എന്നിവ വഴി യുഎസിൽ ഓരോ വർഷവും 10,000-കണക്കിന് മരണങ്ങൾക്ക് കാരണമാകുന്നു. ശുദ്ധമായ വായു നിയമങ്ങൾ മറികടക്കാൻ അനുവദിക്കണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെടാൻ ഫോസിൽ ഇന്ധന കമ്പനികൾക്ക് തിങ്കളാഴ്ച വരെ സമയമുണ്ട്. ട്രംപ് ഭരണകൂടം സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റിൽ നടത്തിയ എല്ലാ സിഗ്നൽ സന്ദേശങ്ങളും സംരക്ഷിക്കണമെന്നത് ഇത് സംബന്ധിച്ച് ഹർജി അന്വേഷിക്കുന്ന വാഷിംഗ്ടണിലെ ചീഫ് യുഎസ് ഡിസ്ട്രിക്ട് ജഡ്ജി ജെയിംസ് ബോസ്ബർഗ് ഉത്തരവിട്ടു. ജെയിംസ് ബോസ്ബർഗിന്റെ താൽക്കാലിക വിലക്ക് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സൺ, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസെന്റ്,
CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ്, ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് എന്നിവരെ മാർച്ച് 11 മുതൽ 15 വരെയുള്ള അവരുടെ സിഗ്നൽ ടെക്സ്റ്റുകൾ സംരക്ഷിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. സിഗ്നൽ ചാറ്റിൽ നിന്നുള്ള സന്ദേശങ്ങളൊന്നും നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പാക്കാനാണ് തന്റെ ഉത്തരവ് ലക്ഷ്യമിടുന്നതെന്നും ബോസ്ബർഗ് വ്യക്തമാക്കി. റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനുള്ള സമയമല്ല എന്നും യൂറോപ്യൻ നേതാക്കൾ പ്രഖ്യാപിച്ചു. പാരീസ് ഉച്ചകോടിയിൽ യൂറോപ്യൻ നേതാക്കൾ ഉക്രൈനുള്ള പിന്തുണ സ്ഥിരീകരിച്ചു. റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കാനുള്ള സമയമല്ല ഇപ്പോൾ എന്ന് പ്രഖ്യാപനമുണ്ടായി. ഉക്രൈൻ വ്യക്തമായി സമാധാനം സ്ഥാപിക്കപ്പെടുന്നതുവരെ മോസ്കോയ്ക്കെതിരായ ഉപരോധങ്ങൾ ലഘൂകരിക്കരുതെന്ന് 2 ഡസനിലധികം രാഷ്ട്രീയ തലവന്മാരുടെയും ഗവൺമെന്റുകളുടെയും യോഗം വ്യാഴാഴ്ച ഏകകണ്ഠമായി സമ്മതിച്ചതായി ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. ഉക്രൈനായുള്ള വെടിക്കോപ്പ് സംഭരണത്തിന് കഴിഞ്ഞ വർഷത്തെ പോലെ 2025-ലും 1.5 ബില്യൺ പീരങ്കി വെടിക്കോപ്പുകൾ നൽകാൻ കഴിയുമെന്ന് ഉക്രൈനിന്റെ സഖ്യകക്ഷികളുടെ പാരീസ് ഉച്ചകോടിക്ക് ശേഷം വ്യാഴാഴ്ച ചെക്ക് പ്രധാനമന്ത്രി പീറ്റർ ഫിയാല പറഞ്ഞു. 2024-ൽ ചെക്ക് നൽകിയ വെടിക്കോപ്പുകളിൽ പാശ്ചാത്യ സഖ്യകക്ഷികൾ ഉക്രൈനിന് നൽകുന്ന നാറ്റോ പീരങ്കി തോക്കുകൾക്ക് അനുയോജ്യമായ 155 mm ഷെല്ലുകളുടെ 5 ലക്ഷം യൂണിറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും ചെക്ക് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഈജിപ്തിലെ ചെങ്കടൽ തീരത്ത് ഹുർഗഡയിൽ റിസോർട്ടിന് സമീപം ഒരു അന്തർവാഹിനി മുങ്ങി 6 റഷ്യൻ വിനോദസഞ്ചാരികൾ മരിക്കുകയും 39 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കുറഞ്ഞത് ഒരു കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെട്ട 4 പേരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. സിന്ധുബാദ് സബ്മറൈൻസ് നടത്തുന്ന 44 സീറ്റർ വിനോദ കപ്പലാണ് സംഭവം നടന്നത്. ഗുർഗഡയിലെ മാരിയറ്റ് ഹോട്ടലിൽ റിസോർട്ടിൽ നിന്നും 1 മൈൽ താഴെയുള്ള കടലിലാണ് സംഭവം. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടന്നു വരികയാണ്. പ്രാദേശിക ഗവർണറുടെ ഓഫീസ് പറഞ്ഞു. അന്തർവാഹിനിക്ക് സാധുവായ ലൈസൻസ് ഉണ്ടായിരുന്നുവെന്നും അതിന്റെ ക്രൂ ലീഡർ ആവശ്യമായ അക്കാദമിക് യോഗ്യതകൾ ഉണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട്. ബെൽജിയത്തിലെ ബാറുകളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് റിപ്പോർട്ട്. വടക്കു പടിഞ്ഞാറൻ നഗരമായ കോഡ്രിഡ്ജിൽ ബാറുകളിൽ മദ്യപിക്കാനെത്തിയ 41 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ബെൽജിയൻ അധികൃതർ അന്വേഷണം നടത്തിവരികയാണെന്ന് പ്രോസിക്യൂട്ടർമാർ വ്യക്തമാക്കി. 3 ബാർ മാനേജ്മെന്റുമാരെയാണ് പ്രധാന പ്രതികളായി കണ്ടെത്തിയിരിക്കുന്നത്. സ്ത്രീകളുടെ പാനീയങ്ങളിൽ കെറ്റാമൈൻ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടെന്നും അന്വേഷകർ വ്യക്തമാക്കി. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ തിങ്ങി നിറഞ്ഞിരിക്കെ ഈസ്റ്റ് യോർഷയിലെ 1500 ഇടങ്ങളിലുള്ള ഒരു ഹരിത ജയിൽ തുറന്ന് UK സർക്കാർ. മെഗാ പ്രിസൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഈസ്റ്റ് യോർക്ക്ഷയറിലെ HMB മിൽസിക്ക് ബ്രിട്ടനിലെ ഏറ്റവും വലിയ ജയിലുകളിൽ ഒന്നായിരിക്കും. 2031ഓടെ 10,000-ത്തിലധികം ജയിൽ സ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന 4 എണ്ണത്തിൽ ആദ്യത്തേതാണ് ഇത്. സോളാർ പാനലുകളും ഹീറ്റ് പമ്പ് സാങ്കേതിക വിദ്യയും പരമാവധി സുരക്ഷാ സംവിധാനങ്ങളും ഉള്ളതാണ് ഹരിത ജയിൽ. UK-ക്കും നാണക്കേടായി രാജ്യത്ത് 4.5 ദശലക്ഷം കുട്ടികൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ടെന്ന് ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നു. ലേബർ സർക്കാരിന്റെ ചെലവ് ചുരുക്കലിന്റെ ആഘാതം ദുർബലരായ ആളുകൾ അനുഭവിക്കുന്നതായി ആരോപണം ശക്തമാകുന്നു. കഴിഞ്ഞ കൺസർവേറ്റീവ് സർക്കാരിന്റെ ബാല ദാരിദ്ര്യ സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത് 2024 ഏപ്രിൽ വരെയുള്ള വർഷത്തിൽ 1 ലക്ഷം കുട്ടികൾ അധികമായി ബ്രെഡ് ലൈൻ താഴെയാണ് ജീവിക്കുന്നതെന്നാണ്. ഔദ്യോഗിക സർവേ പ്രകാരം ഭക്ഷ്യദാരിദ്ര്യ പട്ടിണിയും വർദ്ധിച്ചു. കഴിഞ്ഞ 12 മാസത്തിനിടെ 3 ലക്ഷത്തിലധികം കുട്ടികൾ ഭക്ഷ്യ ബാങ്കുകളെ ആശ്രയിക്കുന്നു. കൂടാതെ ഭക്ഷ്യസുരക്ഷിതമല്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികളുടെ എണ്ണത്തിലും വർധനവുണ്ടായി. അവർ പതിവിലുള്ളതിലും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ പാടുപെടുന്നു. ശനിയാഴ്ച UAE-യിൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ വിശ്വാസികളോട് ഫത്വ കൗൺസിൽ ആഹ്വാനം ചെയ്തു. റംസാൻ 29 തികയുന്ന ദിവസമെന്ന നിലയിൽ ശനിയാഴ്ച മാസപ്പിറ കാണാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. നഗ്ന നേത്രങ്ങൾ കൊണ്ടോ ബൈനോക്കുലർ ഉപയോഗിച്ചോ ചന്ദ്രക്കല കണ്ടാൽ ഉടൻ തന്നെ UAE മാസപ്പിറ ദർശന സമിതിയെ വിവരം അറിയിച്ച് അവരുടെ സാക്ഷ്യം രജിസ്റ്റർ ചെയ്യണമെന്ന് കൗൺസിൽ ആവശ്യപ്പെട്ടു. റംസാൻ സമാധാനവും ഈദ് അൽ ഫിത്തറിന്റെ തുടക്കവും സ്ഥിരീകരിക്കുന്നതിന് ഈ നടപടി അത്യാവശ്യമാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ശനിയാഴ്ച മഗ്രിബ് നമസ്കാരത്തിനു ശേഷം യോഗം ചേർന്ന മാസപ്പിറയുടെ അടിസ്ഥാനത്തിൽ ഈദ് അൽ ഫിത്തറിന്റെ തീയതി സമിതിയാണ് പ്രഖ്യാപിക്കുക. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിൽ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ വഹിച്ച നേതൃത്വത്തിന് അമേരിക്കൻ സർക്കാരിന്റെ പ്രശംസ.
മാർച്ച് 23 മുതൽ 25 വരെ റിയാദിൽ റഷ്യൻ ഉക്രൈൻ പ്രതിനിധികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താൻ സൗകര്യമൊരുക്കിയതിനാണ് അമേരിക്ക സൗദിയ കിരീടാവകാശിക്ക് നന്ദി രേഖപ്പെടുത്തിയത്. മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സംഭാവന നൽകുന്ന ഒരു പ്രധാന മധ്യസ്ഥൻ എന്ന നിലയിൽ സൗദിയെ പങ്ക് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായെന്നും ചർച്ചകളെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ആദായ നികുതി വെട്ടിപ്പ് തടയുന്നതിനുമായി ഇന്ത്യയുമായുള്ള പ്രോട്ടോകോൾ അംഗീകരിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ ജനുവരി 27 മസ്കറ്റിൽ നടന്ന ചടങ്ങിലാണ് ഈ പ്രോട്ടോകോളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഒമാനെ പ്രതിനിധീകരിച്ച് നികുതി അതോറിറ്റി ചെയർമാൻ നാസർ ബിൻ ഹാസിം അൽ ജാഷ്മിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒമാനിലെ അന്നത്തെ ഇന്ത്യൻ സ്ഥാനപതിയായിരുന്ന അമിത് നാരങ്ങുമാണ് ഒപ്പിട്ടത്. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിലും വരുമാന നികുതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വെട്ടിപ്പ് തടയുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കരാർ ഭേദഗതി ചെയ്ത പ്രോട്ടോകോൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും കരാറിന് വലിയ പ്രാധാന്യമുണ്ട്. റെഡ് സിഗ്നലുകൾ മറികടക്കുന്നത് മൂലം കഴിഞ്ഞ വർഷം യുഎഇയിൽ നടന്നത് 271 അപകടങ്ങൾ. ഇതിൽ 153 അപകടങ്ങളുമായി അബുദാബിയാണ് നിയമലംഘനങ്ങളിൽ 1-ാം സ്ഥാനത്ത്. 111 അപകടങ്ങൾ ഉണ്ടായ ദുബായാണ് 2-ാം സ്ഥാനത്ത്. ഷാർജയിൽ ഒരു അപകടം മാത്രമാണ് ചുവപ്പ് ലൈറ്റ് മറികടന്നതിലൂടെ ഉണ്ടായത്. ആഭ്യന്തര മന്ത്രാലയമാണ് ഇതു സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. റെഡ് സിഗ്നലുകൾ മറികടന്നാൽ 1000 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റ് വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടലുമാണ് ശിക്ഷ. സാധുവായ ലൈസൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ച 67 അപകടങ്ങളും യുഎഇയിൽ ഉണ്ടായി. ഇക്കാര്യത്തിലും അബുദാബിയാണ് മുന്നിൽ. 55 അപകടങ്ങളാണ് അബുദാബിയിലുണ്ടായത്. പ്രധാന റോഡുകളിലേക്ക് ശ്രദ്ധയില്ലാതെ വാഹനം ഓടിച്ചു കയറ്റിയതിലൂടെ 223 അപകടങ്ങളാണ് യുഎഇയിലുണ്ടായത്. ടയർ പൊട്ടിയതിനെ തുടർന്നുണ്ടായ അപകടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അബുദാബിയിൽ 26 അപകടങ്ങളും ദുബായിൽ 8-ഉം റാസൽ ഖൈമയിൽ 3 അപകടങ്ങളുമാണ് ഇതുമൂലം ഉണ്ടായത്. തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചതിനെ തുടർന്നുണ്ടായി അബുദാബിയിൽ 16 അപകടങ്ങളുണ്ടായി. ഫുജറയിൽ 2 അപകടങ്ങളാണ് ഉണ്ടായത്. കാൽനടക്കാർക്ക് പരിഗണന കൊടുക്കാത്തതുമൂലം 96 അപകടങ്ങളും നടന്നു. അശ്രദ്ധ മൂലം രാജ്യത്ത് ഉടനീളം 455 അപകടങ്ങൾ ഉണ്ടായി. അയ്യപ്പ സേവാ സമിതി ആഭിമുഖ്യത്തിൽ 16ാമത് ശ്രീ മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം ഏപ്രിൽ 5, 6 തീയതികളിൽ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടക്കും. മുത്തപ്പൻ ഐതിഹ്യത്തിന്റെയും പഴമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കോർത്തിണക്കിയ ആചാര അനുഷ്ഠാനങ്ങളാണ് നടക്കുക. 5-ന് ഉച്ചയ്ക്ക് 12-ന് മലയിറക്കൽ ചടങ്ങോടെ ഉത്സവം ആരംഭിക്കും. കുട്ടികൾക്ക് ചോറൂണ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 101 അംഗങ്ങൾ അടങ്ങിയ മുത്തപ്പൻ തിരുവപ്പന ആഘോഷ സമിതിയാണ് ഉത്സവത്തിന് നേതൃത്വം നൽകുന്നത്. മാർച്ച് 28-നാണ് ഭക്തരുടെ കലവറ നിറയ്ക്കൽ ചടങ്ങ്. യുഎഇ ദേശീയ കറൻസിയായ ദിർഹമിന് പുതിയ ചിഹ്നം പുറത്തിറക്കി സെൻട്രൽ ബാങ്ക്. ആഗോള സാമ്പത്തിക കേന്ദ്രമെന്ന നിലയിലുള്ള രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് നീക്കം. ഇംഗ്ലീഷ് അക്ഷരമായ ഡിയിൽ പതാകയെന്ന് തോന്നിക്കുന്ന 2 വരികൾ ഉൾപ്പെടുത്തിയ രൂപത്തിലാണ് ആകർഷകമായ ലോഗോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തിരശ്ചീനമായ വരകൾ രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അറബിക് കലിഗ്രാഫിയുടെ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ യുഎഇ ദിർഹമിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലോഗോ ഉപയോഗപ്പെടുത്തും. കൈക്കൂലി, അധികാര ദുർവിനിയോഗം എന്നീ കുറ്റകൃത്യങ്ങളിലേർപ്പെട്ട 6 സർക്കാർ വകുപ്പിലെ 82 ജീവനക്കാർ കൂടി അറസ്റ്റിലായി. ഈ മാസം നിരവധി ക്രിമിനൽ ഭരണ കേസുകൾ നടന്ന അന്വേഷണത്തിലാണ് അഴിമതി വിരുദ്ധ അതോറിറ്റിയുടെ അറസ്റ്റ്. മാർച്ചിൽ 1453 പരിശോധനകളാണ് നടന്നത്. 313 ജീവനക്കാരെ ചോദ്യം ചെയ്തു. പ്രതികളും അറസ്റ്റിലായവരും ആഭ്യന്തര, പ്രതിരോധം, ആരോഗ്യം, മാനവ വിഭവശേഷി, സാമൂഹ്യ വികസനം, മുനിസിപ്പൽ ഭവനകാര്യം എന്നീ മന്ത്രാലയങ്ങളിൽ നിന്നുമുള്ളവരാണ്. കൈക്കൂലി, അധികാര ദുർവിനിയോഗം എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും അതോറിറ്റി സൂചിപ്പിച്ചു. മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ കോൺസുലർ അറ്റസ്റ്റേഷൻ കൗണ്ടറുകൾ അൽ വത്തായയിലെ BSL സെന്ററിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നു. രാവിലെ 8 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെ കോൺസുലർ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. എന്നാൽ ഏപ്രിൽ 1 മുതൽ BSLS സെന്ററിലെ CPV സേവനങ്ങൾക്ക് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അപേക്ഷിക്കാവുന്നതാണ്. കോൺസുലർ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കുള്ള സമയം രാവിലെ 7:30 മുതൽ വൈകുന്നേരം 3 വരെ ആയിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്.
ജമ്മു കാശ്മീർ കത്വയിലെ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. കത്വയിലെ ജുത്താന മേഖലയിൽ ഇന്നലെ രാവിലെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഏറ്റുമുട്ടൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചിരുന്നു. 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഭീകര സാധ്യതയെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. തുടർന്ന് സേന തിരിച്ചടിച്ചു. കൂടുതൽ സേനയെ ഇവിടേക്ക് വിന്യസിച്ചു. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, ജമ്മു കാശ്മീർ പോലീസ്, സൈന്യം, BSF, CRPF എന്നിവയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 ദിവസമായി തിരച്ചിൽ തുടരുകയാണ്. സൈനിക വേഷത്തിലെത്തിയ 2 ഭീകരർ ചൊവ്വാഴ്ച വെള്ളം ചോദിച്ചെത്തിയെന്ന് പ്രദേശവാസി അറിയിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായ മേഖലയിൽ സേന തിരച്ചിലിന് എത്തിയത്. ഹെലികോപ്റ്റർ, ഡ്രോൺ എന്നിവ ഉപയോഗിച്ചാണ് ഭീകരർക്കായുള്ള തിരച്ചിൽ നടത്തുന്നത്. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്നും രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവരെയും ലഹരി മരുന്നുമായി വരുന്നവരെയും കർശനമായി നേരിടുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയോ രാജ്യത്ത് നിന്ന് പുറത്തു പോവുകയോ ചെയ്യുന്ന ആളുകളുടെ വിദേശികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന് ചില നിയന്ത്രണങ്ങൾ, അധികാരങ്ങൾ നൽകുന്നതാണ് എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ. രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കിയ വിദേശികളുടെ പേരുകൾ ഉൾപ്പെടുത്തിയ കരിമ്പട്ടികയ്ക്ക് നിയമസാധ്യത നൽകുന്നതാണ് ബിൽ. ബംഗ്ലാദേശ് അതിർത്തിയിൽ 450 കിലോമീറ്റർ ഇനിയും വേലികെട്ടാൻ കഴിയാത്തത് ബംഗ്ലാദേശ് സർക്കാർ ഭൂമി നൽകാത്തതിനാണെന്നാണ് അമിത്ഷാ രൂക്ഷമായി വിമർശിച്ചു. കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വരുന്നവർ, അത് റോഹിംഗ്യകളായാലും ബംഗ്ലാദേശികളായാലും കർശനമായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും ബില്ലിലെ ചർച്ചകൾക്കുള്ള മറുപടിയായി അമിത്ഷാ പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാർക്ക് ആധാർ കാർഡും പൗരത്വവും നൽകുന്നത് ആരെന്ന് തൃണമൂൽ കോൺഗ്രസിനോട് ആഭ്യന്തരമന്ത്രി ചോദിച്ചു. കേരളത്തെ സാമ്പത്തികമായി അവഗണിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി നൽകിയിട്ടുണ്ട്. അത് UPA സർക്കാരുകളുടെയും സമയത്തേക്കാൾ 239% കൂടുതലാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. മോദി കേരളത്തെ പിന്തുണച്ച പോലെ മുൻപ് മറ്റാരും പിന്തുണച്ചിട്ടില്ലെന്നും ധനമന്ത്രി രാജ്യസഭയിൽ കൂട്ടിച്ചേർത്തു. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി UDFന്റെയും LDFന്റെയും തെറ്റായ സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ഉണ്ടായതാണെന്നും നിർമ്മല സീതാരാമൻ വിമർശിച്ചു. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ തെറ്റല്ലെന്നും മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. കേരളത്തിന് അനുവദിച്ച പദ്ധതികൾ ധനമന്ത്രി എണ്ണി പറഞ്ഞു. ഇനി കേരള ഹൈലൈറ്റ്സ്. ചൂരൽമല ഉരുൾപൊട്ടൽ ഇരകളുടെ പുനരധിവാസത്തിന് ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. ജനങ്ങളുടെ സഹകരണം, യോജിച്ച് എന്നിവ കൊണ്ട് അസാധ്യം എന്നത് സാധ്യമാക്കുന്നതാണ് ഈ അനുഭവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയോട് കടന്നുപോയ ഘട്ടത്തിലാണെന്നും ഈ പദ്ധതി ഏറ്റെടുത്തതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ നാടിന്റെ ഐക്യം, ഒരുമ എന്നതുകൊണ്ടാണ് അസാധ്യത്തെ സാധ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് മാതൃകയായ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി വിലയിരുത്തപ്പെടുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പുനരധിവാസത്തിനായി 20 കോടി രൂപ നൽകുമെന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്ത് ചടങ്ങിൽ മുഖ്യമന്ത്രി വായിച്ചു. പുനരധിവാസത്തിനായി ഒപ്പം നിന്ന സംഘടനകളെ മുഖ്യമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു. കൽപ്പറ്റ ബൈപ്പാസിനടുത്ത് എൽസ്റ്റൺസ് എസ്റ്റേറ്റിലെ 64 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. 38 ക്ലസ്റ്ററുകളിലായി 430 വീടുകളാണ് ഒരുക്കുക. 1 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും 7 സെന്റിലായിരിക്കും ഓരോ വീടും ഒരുങ്ങുക. 1000 ചതുരശ്ര അടിയിൽ 1 നില വീടാണ് ടൗൺഷിപ്പിൽ ഉയരുക. 2 ബെഡ്റൂം, ഹാൾ, അടുക്കള, വരാന്ത, ഡൈനിങ് സ്റ്റോർ ഏരിയ എന്നിവ ഓരോ വീടുകളിലും ഉണ്ടാകും. 1.5 ഏക്കറിൽ മാർക്കറ്റ്, ആധുനിക അംഗൻവാടി, ഓൺ എയർ തിയേറ്റർ, ഫുട്ബോൾ മൈതാനം, പാർക്കിംഗ് ഏരിയ, ഡിസ്പെൻസറി, കമ്മ്യൂണിറ്റി ഹാൾ, മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവയും ടൗൺഷിപ്പിൽ ഒരുങ്ങും. മോഹൻലാലിന്റെ എമ്പുരാൻ ത്രില്ലിൽ കേരള പോലീസും. എമ്പുരാൻ ആവേശത്തിനൊപ്പം തന്നെ അതിക്രമങ്ങൾ തടയാനും ശ്രദ്ധയിൽപ്പെടുത്താനുമുള്ള കൺട്രോൾ റൂം നമ്പരും ഓർമ്മിപ്പിക്കുകയാണ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ കേരള പോലീസ്. ഖുറേഷി എബ്രാം ആയി പരകായ പ്രവേശം ചെയ്ത സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സ്റ്റൈലൻ ചിത്രത്തിനൊപ്പം അടിയന്തര സഹായത്തിന് 112 വിളിക്കണമെന്ന കേരള പോലീസിന്റെ പോസ്റ്ററിന് കേരള പോലീസ് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ, അതിപ്പോ ഖുറേഷി എബ്രഹാം ആണെങ്കിലും വിളിക്കാമെന്ന് ക്യാപ്ഷൻ. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: 1 പൗണ്ട് 110.75 ഇന്ത്യൻ രൂപ, 1 US ഡോളർ 85.59 ഇന്ത്യൻ രൂപ, 1 യൂറോ 92.31 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്.
ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ പോരാട്ടങ്ങൾ കൂടുതൽ ദുഷ്കരമാകുമെന്ന് മുൻ ഇന്ത്യൻ താരം വാസിഫ് ജാഫർ. സീസണിലെ രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് രാജസ്ഥാൻ തോറ്റതിനു പിന്നാലെയാണ് വാസിം ജാഫറിന്റെ വിമർശനം. ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനോട് 44 റൺസിന്റെ തോൽവിയാണ് രാജസ്ഥാൻ വഴങ്ങിയത്. ഗുവാഹത്തിയിൽ നടന്ന രണ്ടാം പോരാട്ടത്തിൽ കൊൽക്കത്ത 8 വിക്കറ്റ് വിജയം സ്വന്തമാക്കി. രാജസ്ഥാൻ കഴിഞ്ഞ സീസണിൽ നിഴൽ മാത്രമാണെന്നും വാസിം ജാഫർ പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മ്യാൻമാറിലും തായ്ലൻഡിലും ശക്തമായ ഭൂചലനം. വെള്ളിയാഴ്ച രാവിലെ 7.7 തീവ്രതയും 6.4 തീവ്രതയുമുള്ള 2 ഭൂചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. മ്യാൻമാറിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ട്രംപ് താരിഫ് യുദ്ധം കാരണം കാനഡയ്ക്കും യുഎസിനുമിടയിൽ വിമാന ബുക്കിംഗ് കുറഞ്ഞത് 70%. കാനഡ യുഎസ് ബന്ധങ്ങളുടെ ഒരു യുഗത്തിന്റെ അന്ത്യം ഇതെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ശനിയാഴ്ച യുഎഇയിൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ വിശ്വാസികളോട് ഫത്വ കൗൺസിൽ ആഹ്വാനം. റംദാൻ 29 തികയുന്ന ദിവസമെന്ന നിലയിൽ ശനിയാഴ്ച മാസപ്പിറ കാണാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഫോസിൽ ഇന്ധന വാഹന കമ്പനികളെ വായു മലിനീകരണ നിയമങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇമെയിൽ അയക്കാമെന്ന അസാധാരണ വാഗ്ദാനം നൽകി ട്രംപ് ഭരണകൂടം. സമയപരിധി തിങ്കളാഴ്ച വരെ. ട്രംപ് ഭരണകൂടം സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റിൽ നടത്തിയ എല്ലാ സിഗ്നൽ സന്ദേശങ്ങളും സംരക്ഷിക്കണമെന്ന് വാഷിംഗ്ടണിലെ ചീഫ് യുഎസ് ഡിസ്ട്രിക്ട് ജഡ്ജി ജെയിംസ് ബോസ്ബർഗ്. ഉത്തരവ് ലക്ഷ്യമിടുന്നത് രഹസ്യവിവര ചോർച്ചാ വിഷയത്തിൽ സിഗ്നൽ ചാറ്റിൽ നിന്നുള്ള സന്ദേശങ്ങളൊന്നും നഷ്ടപ്പെടില്ലെന്ന ഉറപ്പാക്കൽ. യുഎഇയിൽ ദേശീയ കറൻസിയായ ദിർഹമിന് പുതിയ ചിഹ്നം പുറത്തിറക്കി സെൻട്രൽ ബാങ്ക്. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിൽ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ വഹിച്ച നേതൃത്വത്തിന് അമേരിക്കൻ സർക്കാരിന്റെ പ്രശംസ. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ആദായ നികുതി വെട്ടിപ്പ് തടയുന്നതിനുമായി ഇന്ത്യയുമായുള്ള പ്രോട്ടോകോൾ അംഗീകരിച്ച് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. റെഡ് സിഗ്നൽ മറികടന്നതുമൂലം കഴിഞ്ഞ വർഷം യുഎഇയിൽ നടന്നത് 271 അപകടങ്ങൾ. ഇതിൽ 153 അപകടങ്ങളുമായി അബുദാബിയാണ് നിയമലംഘനങ്ങളിൽ 1-ാം സ്ഥാനത്ത്. നിയമങ്ങൾ കർശനമാക്കി യുഎഇ. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.